നമസ്കാരം പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വിഖ്യാതമായ അയൺ ഡോമുകൾ പ്രവർത്തിക്കുന്നില്ല, അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ചും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ അയൺ ഡോമുകൾ ഉപയോഗിക്കുമ്പോൾ അത് വായുവിൽ കുറച്ചുനേരം മുന്നോട്ട് പറന്നതിന് ശേഷം ഇറാന്റെ മിസൈലുകൾക്ക് അടുത്തെത്താതെ അന്തരീക്ഷത്തിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് തിരികെ വന്ന് വിട്ട സ്ഥലത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കുറച്ചു നേരത്തിന് മുമ്പ് അവർ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ അവർ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇസ്രായേലിന്റെ സൈനികർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇറാന് കൈമാറി. അതായത് ഇറാന്റെ ചാരവലയത്തിലകപ്പെട്ട ഇസ്രായേലിന്റെ സൈനികർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അതായത് ഈ അയൺ ഡോമുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേലിന്റെ സൈനികർ തന്നെ അത് എങ്ങനെ പ്രവർത്തിക്കണം, അതെങ്ങനെ പ്രവർത്തനം നിർത്തണം എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇറാന് കൈമാറി എന്ന ഒരു വിവരം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. എന്തായാലും അയൺ ഡോമുകൾ ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവർ ചെയ്ത റിപ്പോർട്ടിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രണ്ട് പ്രേക്ഷകർ കമന്റ് ചെയ്തിരുന്നു. അതായത് സിഗ്നൽ ജാമുകൾ ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതായി. അതായത് ഇസ്രായേലോട്ട് മിസൈലുകൾ വിക്ഷേപിക്കുന്ന സമയത്ത് നേരത്തെയൊക്കെ അവിടുത്തെ മൊബൈൽ അലർട്ട്, ഇസ്രായേലിൽ താമസിക്കുന്ന ആളുകൾക്ക് മിസൈൽ വരുന്നുണ്ട് എന്നതിന്റെ അലർട്ട് 1 മണിക്കൂറിന് മുമ്പേ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ പ്രദേശത്താണ് മിസൈൽ വരുന്നത് എന്ന രീതിയിൽ അലർട്ട് വരുന്നത് എന്ന ഒരു വിശദീകരണങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് റഷ്യയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇറാൻ അവിടെ സിഗ്നൽ ജാമറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരം മെസ്സേജുകൾ അഥവാ മിസൈൽ അലർട്ടുകൾ വരുന്നതിന് കാലതാമസം വരുന്നത് എന്നൊരു വിശദീകരണം കൂടി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സമീപത്ത് മിസൈലുകൾ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിലെ ആളുകൾക്ക് അതിന്റെ ഒരു ഗതി അറിയാൻ പറ്റുന്നത്, തങ്ങളുടെ പ്രദേശത്താണ് മിസൈൽ എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ വിശദീകരണങ്ങളും മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വലിയ ഒരു മുന്നറിയിപ്പ് വരികയാണ്. അതായത് ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും തങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ, അതായത് ടെഹ്റാനിലുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണം, ടെഹ്റാനിലെ വ്യോമ മേഖല മൊത്തവും തങ്ങൾ കൈയടക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു അവകാശവാദം വരുന്നുണ്ട്. പക്ഷേ ഈ കിട്ടിയ പ്രഹരത്തിന്റെ, അതായത് ഇസ്രായേലിൽ നിരന്തരം ഇറാൻ ആക്രമിക്കുന്ന ഒരു പ്രഹരത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇസ്രായേലിന്റെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ദഹിയ എന്നാണ്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്ത് ദഹിയ എന്ന് പറയുന്നത് സിറിയയിലെ ഒരു പ്രദേശമാണ്. പണ്ടൊരിക്കൽ സിറിയയിലെ ഈ പ്രദേശത്തിൽ നിന്ന്, ദഹിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലി പട്ടാളത്തിന് നേരെ വന്നു എന്നതിന്റെ പേരിൽ ആ പ്രദേശം മൊത്തവും ഇസ്രായേൽ സൈനികർ നശിപ്പിച്ചു കളഞ്ഞൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ദഹിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മിസൈൽ വന്നാൽ ആ പ്രദേശങ്ങളെ മൊത്തവും ഇസ്രായേൽ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാർ പറയുന്നത് പോലെയല്ല. കാരണം അവർ ഇസ്രായേലികളെ വലിയ മനുഷ്യസ്നേഹികളും ഇസ്രായേൽ അങ്ങനെ സാധാരണക്കാരായ ആളുകളെ കൊല്ലില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇസ്രായേലിന്റെ ചരിത്രം. ഇസ്രായേലിന്റെ യുദ്ധരീതി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ദഹിയ എന്നാണ്. ഒരു പ്രദേശത്ത് നിന്ന് മിസൈൽ ഉണ്ടായാൽ ആ പ്രദേശത്തെ മൊത്തവും കരിച്ചു കളയും. അതായത് ഇപ്പോൾ ഇറാന്റെ ടെഹ്റാനിൽ നിന്നൊരു മിസൈല് ഇസ്രായേലിലോട്ട് വന്നാൽ ആ ടെഹ്റാനിലെ എല്ലാ ജനങ്ങളും അതിന് ഉത്തരവാദി എന്ന രീതിയിൽ ആ പ്രദേശത്തെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. നേരത്തെ സിറിയയിലൊക്കെ ഇങ്ങനെയുള്ള മുറകൾ ഇസ്രായേൽ നടത്തിയിരുന്നതാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അതിനെത്രത്തോളം കഴിയും എന്ന രീതിയിൽ സംശയമുണ്ട്. കാരണം ഇസ്രായേലിന്റെ ഏകദേശം എല്ലാ പ്രദേശങ്ങളും ഇറാൻ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു കഴിഞ്ഞു, അവരുടെ എയർബേസുകൾ തകർന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എത്രത്തോളം ഇനി ഇസ്രായേലിന് തിരിച്ചു പ്രഹരിക്കുവാൻ കഴിയും എന്ന രീതിയിൽ സംശയമുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ചില കള്ളക്കഥകളാണ്. അതിലൊന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകനുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ചില പ്രത്യേക സംഘപരിവാര ക്രിസംഗി മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ, അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നു എന്നാണ്, ഇറാനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നു. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന മകനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രം. പക്ഷേ മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ പറയുന്നത് ഇത് വ്യാജ ഫോട്ടോയാണ്. കാരണം നേരത്തെ 2017 മറ്റോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ സൈന്യത്തിൽ നിർബന്ധിത സേവനം പൂർത്തിയാക്കി. അവിടെ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനമാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാളും, അത് പ്രസിഡന്റിന്റെ മകനായാലും പ്രധാനമന്ത്രിയുടെ മകനായാലും സാധാരണക്കാരനായാലും ആരോഗ്യവും ബുദ്ധിയുമുള്ള ഏതൊരാളും സൈന്യത്തിൽ നിർബന്ധിതമായ സേവനം നിർവഹിക്കണം. അങ്ങനെ നിർബന്ധിത സേവനം കഴിഞ്ഞ് തിരികെ വരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകനെ
പുള്ളിക്കാരൻ ഇങ്ങനെ ആശ്ലേഷിക്കുന്നതാണ് ചിത്രം. അല്ലാതെ ഇറാനെതിരെ യുദ്ധത്തിന് വിടുന്നതൊന്നുമല്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ അദ്ദേഹം അമേരിക്കയിലും മിയാമിയിലോ മറ്റോ വളരെ സുഖജീവിതം നയിക്കുന്നു എന്ന വാർത്ത ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഘടകകക്ഷികളും പോലും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകന് വേണ്ടി വളരെയധികം സർക്കാർ ഫണ്ട് ചെലവാക്കുന്നു ബന്ധപ്പെട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരാധകരായ ചില മാധ്യമങ്ങൾ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഴ്ത്തുപാട്ടുകാർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകനെ അദ്ദേഹം ആശീർവദിച്ച് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ കൊടുക്കുകയാണ്. എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.